ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിൻഡോസിൻ്റെ സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. വിൻഡോസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം അഥവാ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമ്പർ 1 ആയിട്ട് നമുക്കൊരു പെൻഡ്രൈവ് വേണ്ടി അഥവാ USB-ൻ്റെ പെൻഡ്രൈവ് ആണ് നമുക്ക് ഒന്നായിട്ട് വേണ്ടത്. രണ്ടാമത് എന്ന് പറയുന്നെങ്കിൽ നമുക്ക് ഏത് ഫയലാണോ അഥവാ വിൻഡോസ് ആണോ ലിനക്സ് ആണോ ഇൻസ്റ്റാൾ ചെയ്യാണ്ട് അതിൻ്റെ ISO ഫയലാണ്. അപ്പോൾ വിൻഡോസ് ഓർ ലിനക്സിൻ്റെ ISO ഫയലാണ്. ISO ഫയൽ എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ പാക്കിംഗ് ഫയൽ, അതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഫുള്ള് പാക്ക് ആയിട്ടുള്ള ISO ഫയലാണ് കാരണം ഉണ്ടാവുക. പിന്നെ മൂന്നാമത് എന്ന് പറയുകയാണെങ്കിൽ അത് നമുക്കിത് ഡൗൺലോഡ് ചെയ്യണം. ഇത് വിൻഡോസിൻ്റെ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കണം. മൂന്നാമത് എന്നുണ്ടെങ്കിൽ ഈ ഡൗൺലോഡ് ചെയ്ത ISO ഫയലിനെ നമുക്ക് എന്ത് ചെയ്യണം, ബൂട്ടബിൾ ആക്കി മാറ്റണം. അപ്പോൾ ബൂട്ടബിൾ ആക്കിയിട്ട് പെൻഡ്രൈവ് ഇട്ടിട്ട് ബൂട്ടബിൾ പെൻഡ്രൈവ് ആക്കിയിട്ട് മാറ്റാൻ നമ്മൾ ചെയ്യണം. അപ്പോൾ മാറ്റാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് റൂഫസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതേമായി തന്നെ വെൻഡോയിൽ എന്ന് പറയുന്ന വേറൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ഈ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പരിചയപ്പെടണം. ഓക്കെ, നമ്പർ 1 എന്നുണ്ടെങ്കിൽ USB പെൻഡ്രൈവ് നമ്മളടുത്ത് വേണം. പിന്നെ വിൻഡോസിൻ്റെത് അതല്ലെങ്കിൽ ലിനക്സിൻ്റെ ISO ഫയൽ ഡൗൺലോഡ് ചെയ്യണം. അതല്ല പിന്നെ വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബൂട്ടബിളിൻ്റെ പെൻഡ്രൈവ് നമ്മൾ ബൂട്ടബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ ഇത് പെൻഡ്രൈവ് ഇട്ടിട്ട് ആ ISO ഫയൽ നമുക്ക് പെൻഡ്രൈവിലേക്ക് USB-ലേക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് പെൻഡ്രൈവ് ബൂട്ടബിൾ ആക്കി മാറ്റണം. അതിന് നമുക്ക് എന്ത് ചെയ്യണം, സോഫ്റ്റ്വെയർ വേണം. ആ സോഫ്റ്റ്വെയർ ആണ് റൂഫസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. അതേമാതിരി തന്നെ വെൻഡോയി എന്ന് പറയുന്ന വേറൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗൂഗിൾ ഓപ്പൺ ചെയ്യുകയാണ്. നെറ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ 2 സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. ഒന്നാമത്തെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയറിൻ്റെ പേര് റൂഫസ് ആണ്. അപ്പോൾ റൂഫസ് നമുക്ക് ഇവിടെ അടിക്കുമ്പോൾ തന്നെ റൂഫസ് ഡൗൺലോഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ റൂഫസിൻ്റെ ബൂട്ടബിൾ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഫസ്റ്റ്, ഒന്നാമത്തെ തന്നെ. ഓക്കെ, അതിന് മോഡൽ നമ്പർ ഇവിടെ 4.5 കൊടുക്കുന്നുണ്ട്. ഇത് കുഴപ്പമില്ല, നോർമൽ സ്റ്റാൻഡേർഡ് കുഴപ്പമില്ലാത്തൊരു ഇതാണ്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഇവിടെ ഈ പരസ്യം കാണുന്നുണ്ട്. പരസ്യം നമുക്ക് ഒഴിവാക്കിയിട്ട് ഇവിടെ ഡൗൺലോഡിങ് കാണിക്കുന്നു. ഇവിടെ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ റൂഫസ് ഇവിടെ ഡൗൺലോഡ് ആയിക്കണം. അപ്പോൾ റൂഫസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതേമാതിരി തന്നെ വേറൊരു സോഫ്റ്റ്വെയർ ആണ് ഏത്, വെൻഡോയി എന്ന് പറയുന്നത്. അപ്പോൾ വെൻഡോയി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് ഇവിടെ അടിക്കുന്നില്ല. ഈ ഫയൽ CR എന്ന് പറയുന്ന സൈറ്റിൽ ഞാൻ പോകുന്നുണ്ട്. അവിടെ പോയിട്ട് ഞാൻ എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ആ ഫയൽ CRൻ്റെ സൈറ്റിൽ കയറിയിട്ട് ഇതിലെന്ന് വെച്ചാൽ ഒന്നും കൂടി ഫയൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യണം വെൻഡോയി എന്ന് ടൈപ്പ് ചെയ്തെടുത്തു, എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്തിട്ട് ഇതാണ് വെൻഡോയി എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. ഇതാണ് ലൈവ് CD 1.9. അപ്പോൾ ഞാൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ന്യൂ ടാബ് എടുത്തിട്ട് ഇത് സെപ്പറേറ്റ് ടാബ് കൊണ്ട് പോവുക മാത്രം. അപ്പോൾ ഇതിവിടെ ലോഡ് ആകുന്നുണ്ട്. ഫയൽ CRൻ്റെ സൈറ്റ് തന്നെയാണ്, ലോഡ് ആകുന്നുണ്ട്. ലോഡ് ആയി കഴിഞ്ഞ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ വിൻഡോയിൻ്റെ സോഫ്റ്റ്വെയർ. നമുക്ക് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് കൊടുക്കുക. ഈ ഓപ്ഷനിൽ ഡൗൺലോഡ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഡൗൺലോഡ് വന്നു. ഇവിടെ പരസ്യമാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ക്ലിക്ക് ഇൻഡു മാർക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. ഇനി നമുക്കിത് ഗെറ്റ് ഇൻ ഡൗൺലോഡ് ലിങ്ക് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇത് ജനറേറ്റ് ആകുന്നുണ്ട്. ഇതിൻ്റെ അതിവിടെ ഡയറക്റ്റ് ക്ലിക്ക് ഡൗൺലോഡ് കൊടുത്തെങ്കിൽ ഡൗൺലോഡ് ആവും. ഇതിൻ്റെ പാസ്വേഡ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 2 3 എന്നാണ് ഇതിന് ഡൗൺലോഡ് ചെയ്ത് ചോദിക്കുന്ന സമയത്ത് പാസ്വേഡ് അടിച്ചുകൊണ്ട് 1 2 3 ആണ് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ആകുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഡൗൺലോഡ് ആകുന്നുണ്ട്. ഇവിടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഡൗൺലോഡിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ഫയലും കാണാം. ഡൗൺലോഡ്സിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡൗൺലോഡ്സിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ 2 ഫയൽ, വിൻഡോയിൽ എന്ന് പറഞ്ഞ ഫയലും കണ്ട് റൂഫസ് എന്ന് പറഞ്ഞ ഫയലും നമ്മൾ ഈ 2 ഫയലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതാണ്. സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തു. ഇതേമാതിരി നമുക്ക് ഇനി എന്ത് ചെയ്യണമെങ്കിൽ വിൻഡോസ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 2 ടൈപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഈ ഫയൽ CRന്ന് വിൻഡോസ് 10 നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. വിൻഡോസ് 10 ISO ഫയൽ എന്നുള്ളത് ഇവിടെ ഡൗൺലോഡ് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ കാണുന്നുണ്ട് വിൻഡോസ് 10 ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷന് ഇത് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പോയിട്ട്
നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വിൻഡോസ് 10 എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ISO ഫയൽ ഇവിടെ കാണുന്നുണ്ട്. പ്രൊഫഷണൽ വിൻഡോസ് പ്രീ ആക്ടിവേറ്റഡ് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. ഓഫീസ് കാണുന്നുണ്ട്. നമുക്കിവിടെ എന്ത് ചെയ്യാം, അതേമായി തന്നെ ലിങ്ക് എടുത്തിട്ട് ന്യൂ ടാബ് കൊടുക്കുക. ന്യൂ ടാബ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഫയൽ CR എന്ന് പറയുന്ന ആപ്പ് നിന്നാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്. ഇനി അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് നമുക്ക് വിൻഡോസിന്റെ സൈറ്റിൽ നിന്നും അതേമാതിരി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കിവിടെ ഡൗൺലോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് ഡൗൺലോഡ്, ബെറ്റതിൻ്റെ ഡൗൺലോഡ് ഒക്കെ ടോറൻ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ഗൂഗിളിൽ പോവാം. ഗൂഗിളിൽ പോയിട്ട് വിൻഡോസ് 10 നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരും. ഡൗൺലോഡ് വിൻഡോസ് 10 ഡിസ്ക് എന്നുള്ളത്. ഇതേമാതിരി വരുന്ന സമയത്ത് ഇവിടെ അപ്ഡേറ്റ് കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് ഡൗൺലോഡ് ടൂൾസിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഡൗൺലോഡ് ടൂൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടൂൾ നമുക്ക് അവിടെ പോവാം. എന്നിട്ട് നമുക്ക് റൺ ചെയ്യിക്കാം. ഇതാണ് ആ ഡൗൺലോഡ് ടൂൾ. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തത് ഇതാണ്. ഒന്നും കൂടി ആയി, ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇതിവിടെ ഡൗൺലോഡ് ടൂൾ ഇപ്പോൾ 2 വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ചെയ്തതും സെക്കൻഡ് ചെയ്തതും. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി വിൻഡോ കാണിക്കും. ചെറിയ ഡിലേ കൊടുക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ലോഡ് ആകുന്നുണ്ട്. സൈറ്റിൽ നിന്നാണ്, അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ, വിൻഡോസിൻ്റെ സൈറ്റിൽ നിന്നാണ്. ഗെറ്റിംഗ് ടൈം ചെറുതായിട്ട് ഇവിടെ ചോദിക്കുന്നുണ്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോഡിങ് ടൈം ആണിത് സെർവർ എന്നുള്ള, അല്ലാതെ ഒന്നുമില്ല. അപ്പോൾ ഡൗൺലോഡിങ് കാര്യമൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ചെറിയ ലോഡിംഗ് ആണ്. അപ്പോൾ ലോഡിങ് ഞാൻ മിനിമൈസ് ചെയ്യാണ് തൽക്കാലം. അപ്പോൾ നമുക്ക് വിൻഡോയ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തു. ഈ റൂഫസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്തു. ഈ വിൻഡോയ് എന്നുള്ള സോഫ്റ്റ്വെയർ കിടക്കുന്ന ഈ പെട്ടിക്കൂട് മാതിരി കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് സിപ്പ് ഫയൽ. ഫയൽ സിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ നമുക്കിത് സിപ്പ് ചെയ്ത് വെക്കണം മുന്നേ കിട്ടേണ്ട ഫയൽ എന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സിപ്പ് അൺസിപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഫയൽ നമുക്ക് വേണം. അപ്പോൾ അത് നമുക്ക് ഇതേമാതിരി തന്നെ ഗൂഗിളിൽ പോവുക, അല്ലെങ്കിൽ ഫയൽ CR പോയിട്ട് വിൻറാർ എന്ന് അടിച്ചു കൊടുത്താൽ മതി. വിൻറാർ എന്നുള്ള ഡൗൺലോഡ് ചെയ്ത് വിൻറാർ ഡൗൺലോഡ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിൻറാർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നേരെ വരും. ഇതേമാതിരി വരും. ഇവിടെ നമുക്ക് ഏതാണോ 7 ആണോ ഏതാണോ വേണ്ടത്, 64-32 ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഡൗൺലോഡ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഇത് ചെറിയ ഡിലേ, ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല, ഡൗൺലോഡ് ആവും. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത ഫയലാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇത് യെസ് കൊടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് ഇൻസ്റ്റാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇതേമാതിരി എഴുതി കാണിച്ച് ഓക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓക്കെ, ഈ കംപ്ലീഷൻ ഓക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനി വിൻറാറിൻ്റെ ഫയൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാതിരി പാക്കറ്റ് ആയിട്ടാണ് കാരണം ഉണ്ടാവുക. ഇത് നമുക്കിപ്പോൾ വിൻഡോയ് എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഫയൽ പുറത്തെടുക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാക്ട് ടു വിൻഡോയിൽ നിന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി ഒരു വിൻഡോ കണ്ടില്ലേ, ഇതേമാതിരി വിൻഡോ വരും. ഓക്കെ, ഇതേമാതിരി ഒരു വിൻഡോ വരും. റൂഫസ് എന്ന് പറഞ്ഞാൽ EXE ഫയൽ ആയിട്ട് തന്നെ സെപ്പറേറ്റ് എടുക്കുകയാണ്. ഇതേമാതിരി നമുക്ക് വിൻഡോ പുറത്തേക്ക് ചാടിക്കണം എന്നുണ്ടെങ്കിൽ ഇതേമാതിരി എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി വരും. ഇനി നമുക്കിത് ഈ ഫയലൊക്കെ പാടെ സിപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഒക്കെ പാടെ എനിക്ക് ഇതേമാതിരി പെട്ടിക്കൂട്ടിലാക്കണം എന്ന് സിപ്പ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്മേൽ റൈറ്റ് ബട്ടൺ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് അച്ചീവ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി നമുക്ക് ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് ഇവിടെ ഈ സാധനം ഫയലാക്കി മാറ്റി തരും. ഫുള്ളായിട്ട് ഇതേമാതിരി സിപ്പായിട്ട് വെക്കുക ചെയ്യാം. ചെറുതായിട്ട് ഡിലേ വരുന്നുണ്ട്. അപ്പോൾ ആ ഫയലുകൾ ഫുള്ള് കയറാനുള്ള ടൈമാണ് ഈ പറയുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് കയറി കഴിഞ്ഞെങ്കിൽ സിപ്പ് ഫയലാക്കി മാറ്റാം. എന്നിട്ട് നമുക്ക് അൺസിപ്പും ചെയ്യാം. അപ്പോൾ നമുക്ക് വിൻഡോസ് നമ്മൾ ഡൗൺലോഡ് ഇട്ട് നമുക്ക് അത് പോയി നോക്കാം. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഇവിടെ ഇതേമാതിരി എടുക്കുന്നുണ്ട്. നമുക്ക് EXE ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തിന് നമ്മൾ ആ EXE ഫയൽ നമ്മൾ പോയിട്ട് നോക്കുക. ഇവിടെ എങ്ങനെ വന്നിരിക്കുന്നുണ്ട് ആപ്ലിക്കേഷനിൽ വിൻഡോസിന്റെ EXE ഫയൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഞാൻ മൾട്ടി വിൻഡോ ആണ് ഇട്ട് ടൈം കൊണ്ടാച്ചിട്ട്, അപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് EXE ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ EXE ഫയൽ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
exe ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാന്നെങ്കിൽ ഇത് അവരെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ല എന്നുള്ളത് ലൈസൻസ് അഗ്രിമെന്റ് കൊടുക്കുകയാണ്. അപ്പോൾ ആക്സെപ്റ്റ് കൊടുക്കുക നമുക്ക്. അപ്പോൾ ഇതേമാതിരി പിന്നെയും ടൈം ഇതേമാതിരി കുറച്ചും കൂടി ടൈം എടുക്കുന്നുണ്ട്. ഒരു ടൈം പറയുന്നുണ്ട്. ആ ടൈമിനനുസരിച്ച് ഞാൻ മിനിമൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളെ സിപ്പ് ഫയൽ ഇവിടെ സിപ്പ് ചെയ്ത് കഴിഞ്ഞത് ഇത്രത്തോളം അയക്കണ്. അപ്പോൾ നമ്മൾ എന്ത് പേരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഒരു സിപ്പ് നമ്മൾ ഓട്ടോമാറ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സിപ്പ് ചെയ്ത ഫയലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഡൗൺലോഡ് ഡോട്ട് റാർ എന്ന് പറഞ്ഞ ഡീഫാൾട്ട് നെയിമിലാണ് അവിടെ കിടന്നിരുന്നത്. ഓക്കെ, ഈ ഫാബ് ഞാൻ സിപ്പ് ഫയലാക്കി മാറ്റി. ഇത് ഇതേമാതിരി തന്നെ സിപ്പ് ഫയലാക്കി മാറ്റി. ഇത് ഇതേമാതിരി സിപ്പ് ഫയലാക്കി മാറ്റി. ഇനി നമുക്ക് ഇത് സിപ്പ് അൺസിപ്പ് ചെയ്യണമെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് ഇതേമാതിരി തന്നെ എക്സ്ട്രാക്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇതേമാതിരി എസ് ടു ഓൾ ഇവിടെ ഓൾറെഡി ഇവിടെ സാധനം ഉണ്ടായതുകൊണ്ടാണ് ഫാബ്. എസ് കൊടുക്കണമെങ്കിൽ എസ് ടു ഓൾ കൊടുത്തെങ്കിൽ ഫുള്ളായിട്ട് അതേമാതിരി എസ് ടു ഓൾ ആയിട്ട് മാറും. പിന്നെ അതേമാതിരി തന്നെ വന്ന് കിടക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഞാനിത് ടൈം ഇവിടെ ഫ്രീ ടൈം ഉണ്ടായതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തു എന്ന് മാത്രം. ഇത് റൂഫസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, റൂഫസ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സിസ്റ്റം ഇതേമാതിരി ഇൻസ്റ്റാൾ ചെയ്തിട്ട് എന്ന് ചോദിക്കും. അപ്പോൾ യെസ് കൊടുക്കുക. ഇത് ചോദിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ റൂഫസ് അപ്ഡേറ്റ് പോളിസി. ഇതിൽ ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടെന്ന് ഡൗട്ട് ഉണ്ട്, അതുകൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്യാൻ ചോദിക്കുന്നത്. യെസ് കൊടുക്കുക. യെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിൻഡോ ആണ് കാര്യം വരിക. ഈ ഒരു വിൻഡോ ആണ് വരിക. ഈ വിൻഡോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ വിൻഡോനെ കണ്ടിട്ട് ഫുള്ളായിട്ട് ഡീറ്റെയിൽ നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ നമുക്കിത് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടാണെങ്കിൽ ഒന്നും കൂടി സിമ്പിൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ വിൻഡോസിന്റെ ഈ ഡൗൺലോഡ് ചെയ്യുന്ന മെത്തേഡോട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ പറയാൻ കാരണം ഇത് ടൈം എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ മറ്റതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇത് പി സി അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് വേണ്ട നമ്മൾ കണ്ടത്. ഇപ്പോൾ ക്രിയേറ്റ് ഇൻസ്റ്റാളേഷൻ മീഡിയ USB ഫ്ലാഷ് ഡ്രൈവ് DVD പ്ലെയർ DVD ഈ DVDന്റെ CD-യിലേക്ക് ആക്കുക, അതല്ലെങ്കിൽ ISO ഫയലിലേക്ക് ആക്കുക. അപ്പൊ നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം അവിടെ പോയിട്ട് സെലക്ട് ചെയ്ത് വിടാം. ഇവിടെ ഈ സാധനം കൊടുത്തു യൂസർ റെക്കമെൻഡേഷൻ ഓഫ് ദ PC എന്നുള്ളത്. അപ്പൊ ഈ ഒരു വിൻഡോ ആണ് വരുന്നത്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, നെക്സ്റ്റ് കൊടുക്കുക. ഇതിപ്പോ ഇംഗ്ലീഷ് ലാംഗ്വേജ് എടുക്കുന്നത് ഇംഗ്ലീഷിലാണ് എടുക്കുന്നത്. UK ലാംഗ്വേജ് എടുക്കുന്നത് വിൻഡോസ് 10 ആണ്. പിന്നെ 64 ആണ് 64. അപ്പൊ 64 ബിറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ള വിൻഡോസ് നമുക്ക് കിട്ടും. അപ്പൊ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ISO ഫയലാണ് നമുക്ക് വേണ്ടത്. USB പെൻഡ്രൈവ് ഇട്ടുണ്ടെങ്കിൽ നേരെ ബൂട്ടബിൾ ആയിട്ട് പെൻഡ്രൈവ് ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് ISO ഫയൽ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ബൂട്ടബിൾ ആക്കണം. അതുകൊണ്ടാണ് നമ്മൾ ISO ഫയൽ ഇടുന്നത്. ഇതിൽ നിന്നും ബൂട്ടബിൾ ആക്കാൻ പറ്റും. 8 GB ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ISO ഫയൽ നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പോകണം. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേര് ഇവിടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡോക്യുമെന്റ്സിൽ ഇതിന്റെ പേരിൽ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ Windows 7 വേറെ എന്തെങ്കിലുമൊക്കെ പേരൊക്കെ അടിച്ചു കൊടുക്കാം. ഈ Win 10 എന്നുള്ളത് മാത്രം അടിക്കണമെന്നുണ്ടെങ്കിൽ Win 10 Pro ആണെങ്കിൽ Pro എന്ന് അടിച്ചു കൊടുത്തിട്ട് സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫയലിൽ എന്ത് ചെയ്യും, പേര് സേവ് ആയിട്ട് പോകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡൗൺലോഡ് നമുക്ക് കാണിക്കും. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഇപ്പോൾ ഡോക്യുമെന്റ്സിൽ ഞാനിപ്പോൾ സേവ് Win 10 Pro എന്നുള്ളത് സേവ് കൊടുക്കുകയാണ്. ഇത് ഇനി ടൈം നമുക്ക് കുറച്ച് ടൈം എടുക്കും ഡൗൺലോഡ് ചെയ്തിട്ടുമ്പോൾ തന്നെ. ഓക്കെ, അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത സ്റ്റേജ് വരുന്നത് എങ്ങനെയാ വെച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. കാരണം വീഡിയോ ലെങ്ത് ആയി പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്റ്റേജ് നിർത്താൻ പറ്റാത്തൊരു ഇതായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.